പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ നാടുകടത്താൻ ഉത്തരവ്. കാപ്പ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനെതിരെയാണ് നടപടി. ഇയാളെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ കഴിഞ്ഞ വർഷം മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, ഈ നാടുകടത്താനുള്ള ഉത്തരവിലേക്ക് എത്തിയത് എങ്ങനെയാണ്? രുചീഷ്, ഇയാളെ നേരത്തെ CPIഎമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. അത് പത്തനംതിട്ട ജില്ലയിലെ CPIഎമ്മിനും അതുപോലെ സംസ്ഥാനത്തൊട്ടാകെയും വലിയ വിവാദങ്ങൾ, വലിയ പ്രതിരോധത്തിലാക്കുന്ന, പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു തീരുമാനമായിരുന്നു കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത്. അന്ന് CPIഎം ജില്ലാ നേതൃത്വം അതിന് പറഞ്ഞ ന്യായീകരണം പൊളിറ്റിക്കൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നുണ്ടായ കാപ്പ കേസാണ്. അതുപോലെ തന്നെ എല്ലാവരും വിശുദ്ധന്മാരല്ല, അവർ വഴിയെ നന്നായിക്കോളും, CPIഎം നല്ല നടപ്പിൽ അവരെ നടത്തുമെന്ന പ്രതികരണങ്ങളൊക്കെയായിരുന്നു ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അത്തരത്തിലുള്ള ന്യായീകരണങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളെയും എല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം നാടുകടത്താനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. ഇയാൾക്കെതിരെ DIG അജിത ബീഗത്തിൻ്റെ ഉത്തരവ് പ്രകാരം ഇയാളെ നാടുകടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇയാൾ നിലവിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ വൈസ് പ്രസിഡന്റാണ്. ഇയാൾ CPIഎമ്മിലേക്ക് വരുന്നതിന് മുൻപ് RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിലും, രാഷ്ട്രീയ കേസുകളും അതല്ലാതെയുള്ള ക്രിമിനൽ കേസുകളിലും എല്ലാം തന്നെ പ്രതിയായിട്ടുള്ള ആളായിരുന്നു ഈ ശരൺ ചന്ദ്രൻ. ഇടലി എന്ന വട്ടപ്പേരിലാണ് ഇയാളെ അറിയപ്പെട്ടിരുന്നത്. നിരവധി ക്രിമിനൽ കേസുകൾ, അതിൽ SFIക്കാരെയും DYFIക്കാരെയും ഉൾപ്പെടെ ആക്രമിച്ച കേസുകളിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയായിരുന്നു. അത്തരത്തിലുള്ള കേസിൽ ഉൾപ്പെട്ട ഒരാളെ CPIഎമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിൽ പാർട്ടിക്കുള്ളിലും തന്നെ വലിയ അമർഷമുണ്ടായിരുന്നു. DYFI SFI നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നല്ലെങ്കിൽ പോലും പ്രവർത്തകരുടെ എല്ലാം ഭാഗത്തു നിന്നും വലിയ അമർഷമുണ്ടായിരുന്നു, വലിയ വിയോജിപ്പ് ഇതിലെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നിലപാടുകളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയും എല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു അന്ന് CPIഎം ഇയാളെ മാലയിട്ട് സ്വീകരിച്ചത്.